ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീനോട്ടോ. നമ്മളെ 6ാമത്തെ ദിവസമാണ്. നമ്മൾ നേരെ എത്തി തൃശ്ശൂരിലാണ്. തൃശ്ശൂരത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പം നമ്മളിനി നേരെ പോകുന്നത് തൃശ്ശൂർ സൂവിലേക്കാണ്. തൃശ്ശൂർ സൂവും മ്യൂസിയമൊക്കെ ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ സൂ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട്. എന്താ പിന്നെ തൃശ്ശൂർ സൂമിന്റെ റേറ്റ് ഒന്ന് പറഞ്ഞിട്ടാ? തൃശ്ശൂർ സൂം നമ്മൾ വാങ്ങാൻ പോകുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടുത്തെ ടിക്കറ്റിന്റെ പൈസ പറഞ്ഞുതരാം. 25 രൂപയാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മളെ ഒരുവിധം ഗവൺമെന്റ് എല്ലാ പാർക്കിലും കാര്യങ്ങളിലും ഒക്കെ എൻട്രി ഫീ ഏകദേശം 25 രൂപയ്ക്കുള്ള മുതൽ പോലും ഇപ്പൊ അവിടെ തൃശ്ശൂരില്ല. അതാണ് ഏറ്റവും ഭയങ്കര മോശമായിട്ട് കാര്യം. ആ ഗൈസ്, അത് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ചെറുപ്പത്തിലേക്ക് ഒരുപാട് പോയിട്ടുള്ളതാണ് തൃശ്ശൂർ സൂവിൽ. അന്നൊക്കെ ഒരുപാട് മൃഗങ്ങളും ഒരുപാട് പക്ഷികളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിരുന്നു. ഇപ്പോൾ പോകുമ്പോൾ വളരെ ചുരുങ്ങിയ മൃഗങ്ങളും കാര്യങ്ങളും അവിടെ ഉള്ളൂ. പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒക്കെ അത്രയും ചുരുങ്ങി പോയിട്ടുണ്ട്. സൂ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് പോകണതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇതിനെക്കാളും കൂടുതൽ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചാനലിൽ വരുന്നുണ്ട്, അതുപോലെ കാണാം. വിശദമായിട്ട് അപ്പം നമ്മൾ കാണിച്ചു തരാം. തൃശ്ശൂർ സൂ എന്താ ഇങ്ങനെ ശോഷിച്ചു പോയി എന്നതിൽ നമുക്കറിയില്ല. കാരണം ഇവർ ഇതിനെ പരിപാലിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് ഇവിടെ മൃഗങ്ങൾ കുറഞ്ഞെന്നുള്ളത് അറിയില്ല കേട്ടോ. കാരണം ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നത്, അപ്പോൾ ഒരുപാട് സെല്ലുകളൊക്കെ അവിടെ ഒഴിഞ്ഞെടുക്കാം. വെറുതെ കിടക്കണം, ഒരു കാര്യമില്ല, കാലിയായി കിടക്കണം. നമ്മളെല്ലാത്തിൻ്റെയും നെയിം ബോർഡ് ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. എല്ലാവരും ജസ്റ്റ് ആ മൃഗങ്ങളെ കാണുന്നതിനനുസരിച്ച് ബോർഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഏതാണ് മൃഗം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കി. ഇതാണ് നമ്മളെ സൂവിന്റെ വിശേഷങ്ങൾ. ലാസ്റ്റ് 6 മണിക്കാണ് വരെ ക്ലോസിങ്. എല്ലാവരും വരുമ്പോൾ 6 മണിന്റെ മുൻപായിട്ട് വരാൻ നോക്കുക, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ പോകുന്ന സ്ഥലത്താണ് നമ്മൾ എന്താണ് കണ്ടതെന്ന് വെച്ചാൽ തൃശ്ശൂർ കോർപ്പറേഷന്റെ സ്റ്റേഡിയം ഒക്കെ കണ്ടു. അങ്ങനെ സ്റ്റേഡിയം ഒക്കെ കവർ ചെയ്ത് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ടിക്കറ്റ്. സ്റ്റേഡിയം വളരെ ചെറിയൊരു സ്റ്റേഡിയമാണ്. അവിടെ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിന്റെ എന്തോ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഞങ്ങൾ അങ്ങനെ അവിടുന്ന് നേരെ വന്നത് തൃശ്ശൂർ റൗണ്ടിലേക്കാണ്. റൗണ്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവന്നെ. റൗണ്ടിലാണല്ലോ നമ്മളെ അമ്പലം ഉള്ളത്. അമ്പലത്തിന്റെ പേര് അറിയില്ലേ? വടക്കുനാഥ ക്ഷേത്രം. നമ്മളെ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് റൗണ്ട് പറയുമ്പോൾ നമുക്ക് എല്ലാ സൈഡൊന്നും കയറാൻ പറ്റും. അത് എല്ലാ ഭാഗത്തും എൻട്രൻസ് ഇല്ല, ചില സ്ഥലങ്ങളിലെ എൻട്രൻസ് ഉള്ളൂ. അതിലൂടെ തന്നെ വണ്ടിയായിട്ടൊക്കെ പോകുമ്പോൾ ആ ഭാഗത്ത് കൂടെ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് സ്വരാജ് റൗണ്ട് എന്നൊരു പേരുണ്ട്. നമ്മുടെ തേക്കിൻകാട് മൈതാനം എന്നും ഒരു പേരുണ്ട്. ടോട്ടൽ 65 ഏക്കറിലാണ് ഈ ഒരു റൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് തപ്പി നടക്കുകയാണ് ഗൈസ്. ഇത് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളിതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് വണ്ടി കയറ്റാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. അത് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ആ എൻട്രൻസ് കണ്ടെത്തി ഗൈസ്. ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മൾ ഈ എൻട്രൻസിന് തൊട്ടടുത്തായിട്ടൊരു ചെറിയൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. വടക്കുന്നാഥ ക്ഷേത്രമല്ല, അത് കൂടാതെ ചെറിയൊരു ക്ഷേത്രം ഈ സൈഡിലുണ്ട്. പിന്നെ തൃശ്ശൂർ ഗ്രൗണ്ടിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ഉച്ച സമയത്തൊക്കെ വന്നാൽ ഈ നട്ടുച്ച വെയിലായിരിക്കും.
അതല്ല ഗൈസ്, ആ കോമഡി എനിക്ക് അത്ര ഏറ്റിട്ടില്ല. ഈ അഗതികളായിട്ടുള്ള വീട്ടില് ആരും നോക്കാനില്ലാത്തായിട്ടുള്ള ടീമുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർ വന്നാൽ ഉച്ച സമയത്ത് ഇവിടെ ചില ടീമുകൾ ഭക്ഷണം കൊടുന്നു വരും. അങ്ങനെ ഒരു നല്ല കാര്യം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഈ സമയത്തല്ല, ഞാൻ ഇതിന് മുൻപ് പ്രാവശ്യം വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഈവനിങ് ടൈമിൽ നല്ല ആൾക്കാരുണ്ടാവും. അതെന്ന് വെച്ചാൽ അവിടെ നല്ല സംഭവം, നല്ലൊരു കാറ്റും നല്ലൊരു വൈബും ഒക്കെയാണ്. റിലാക്സേഷൻ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് അവിടെ. വൈകിട്ട് അതുപോലെ ഫ്രീ ടൈമുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ കുറെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനുകളൊക്കെ അവിടെ തന്നെ. ഞാനിപ്പോൾ അടുത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ പോയിട്ടുണ്ട്. നമ്മളെ പണി എന്നൊക്കെ പറഞ്ഞ ജോജു ജോസഫിന്റെ പടം ഷൂട്ട് ചെയ്തത് അവിടെയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ബാക്കിൽ നിന്നൊരു അനൗൺസ്മെന്റ് കേൾക്കുന്നത്. അഫ്സൽ ഒന്നും നോക്കിയില്ല, ചാടി വീണു. ഒരു കിസ് മത്സരമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അഫ്സൽ ആൻസർ പറഞ്ഞ് പൊട്ടിപ്പോയി. രണ്ടാമത്തേലും കിട്ടിയില്ല. മൂന്നിലാവൻ പിടിക്കും ചെയ്ത് കപ്പ്. അതാണ് നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്ത് അത് നടത്തിയിരിക്കും. ഞാൻ അവനോട് പറഞ്ഞു ഇതിൽ നമുക്ക് എന്തായാലും ഒരു കപ്പ് ഞാൻ നേടിയെടുക്കും, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. സംഭവം സമ്മാനം ചെറുതാണെങ്കിൽ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതിലാണുള്ള കാര്യം. അപ്പൊ എന്തായാലും അവന് കിട്ടിയിട്ടുണ്ട്, ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളെ ചാനലിൽ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്, കാണാം. അത് ഞാൻ ഇതിൽ ബട്ടണിൽ കൊടുത്തോളാം, അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കാണാം. നമ്മൾ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലാണ് എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഈ റൗണ്ടിൽ തന്നെയാണ് എല്ലാ പരിപാടിയും ഉള്ളത്. തൃശ്ശൂർ പൂരം നടക്കുന്നതൊക്കെ ഈ ഒരു റൗണ്ടിലാണ്. എടാ, ഞാൻ ഈ തൃശ്ശൂർ പൂരം ഒന്നും കണ്ടില്ല, കണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഒന്നും അല്ല, ഒരുപാട് പോയിട്ടുണ്ട്. ഇപ്പൊ അടുത്തൊന്നും പോയിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം പോകണം. ഓക്കെ ഗൈസ്, നമ്മൾ അതിന്റെ ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യുന്നതാണ്. തൃശ്ശൂർ പൂരത്തിന് നമ്മളൊരു വീഡിയോ. നമുക്ക് നല്ല ആഗ്രഹമുണ്ട് കാണാൻ, നമുക്ക് എന്തായാലും പോയേക്കണം. നല്ല തിരക്കായിരിക്കും. ഇപ്പൊ ഈ കാണുന്ന പോലെ ഗ്രൗണ്ട് അങ്ങനെ ഫ്രീ ആയി കിടക്കൊന്നുമില്ല. ഒരുപാട് ആളുകളും ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. നമ്മൾ പോകുമ്പോൾ കണ്ടില്ല ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ അടുത്ത് കൂടി തന്നെ നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ പോന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ തൃശ്ശൂർ ഈവനിങ് രാത്രി ടൈമായി. അപ്പോൾ അവിടുത്തെ വിഷ്വൽസ് നൈറ്റിലുള്ള കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് എടുത്തു. അപ്പോൾ ഈ റൗണ്ട് ഇറങ്ങിയ ഉടനെ നമ്മൾ നല്ല ബ്ലോക്ക് കിട്ടി. നമ്മൾ കുറേ നേരം ബ്ലോക്കിൽ പെട്ടിട്ടാണ് അവിടെ നിന്ന് ഒഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്കിങ്ങനെ ഭയങ്കര വിശപ്പ്. കുറേ ബ്ലോക്കിലൊക്കെ പെട്ട് അവസാനം ഞങ്ങളൊരു തട്ടുകടയിലേക്ക് വണ്ടി നിർത്തി അവിടുത്തെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ബീഫും പൊറോട്ടയാണ് കഴിച്ചല്ലേ നമ്മള്? അതെ, ബീഫും പൊറോട്ടയാണ് നമ്മൾ കഴിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി ഇങ്ങനെ നമുക്ക് സ്റ്റേ ചെയ്യണമല്ലേ. നമ്മൾ ഏകദേശം രാത്രി ഒരു 8-8:30 ടൈമായിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള പമ്പ് തിരഞ്ഞ് നടക്കുകയാണ്. നമ്മളെന്തായാലും ഹോട്ടലിൽ റൂമൊന്നും എടുക്കില്ല, നമ്മൾ ടെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് സ്വന്തമായിട്ടുള്ള സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ പമ്പ് തിരഞ്ഞെടുക്കുകയാണ് ഗൈസ്. ഇത് പോകുന്ന വഴിക്കുള്ള ഒരു പള്ളിയാണ്. നമ്മൾ അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ടൈമാണല്ലോ, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ക്രിസ്ത്യൻ പള്ളീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ പള്ളികളും. ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ പമ്പ് തപ്പി നടക്കുകയാണെന്ന് പറഞ്ഞില്ലേ, അവസാനം ഞങ്ങൾക്കൊരു പമ്പ് കിട്ടി. ആ പമ്പിലുള്ള വ്യക്തി നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്ഥലങ്ങളും റൂമും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഓരോ പമ്പും കാര്യങ്ങളൊക്കെ ചോദിച്ച്, നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന പമ്പിനെ നമുക്ക് കിട്ടൂല സ്റ്റേ ചെയ്യാൻ. പിന്നെ നമ്മൾ അവരോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച് ചിലപ്പോൾ ആ പമ്പ് കിട്ടൂല, അടുത്ത പമ്പിൽ പോയി, അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേ ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്ത പമ്പാണ്. അപ്പോൾ പുള്ളിയുടെ പേരെന്ന് പറയുന്നത് ജിനോ ആണ്. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് മലയാറ്റൂർ പള്ളി ഇതിന്റെ തൊട്ടടുത്താണ്, മലയാറ്റൂർ കാർണിവൽ നടക്കുന്നത് ഈ സമയത്താണ് എന്നൊക്കെ നമ്മൾ ആ സമയത്ത് അറിഞ്ഞത് പുള്ളി പറയുമ്പോൾ. അപ്പോൾ പുള്ളി നമ്മളെ നിർബന്ധിച്ചിട്ട് ഈ വീഡിയോ നിങ്ങൾ അവിടെ പോയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ രാത്രി പറഞ്ഞേച്ചാണ് ഗൈസ്. ഞങ്ങൾ ചെന്നപ്പോഴാണ് നമുക്ക് ഇത് അത്ഭുതകരമായിട്ടുള്ള നല്ല ലൈറ്റിങ്ങും നല്ല അത്യാവശ്യം നല്ല പരിപാടികൾ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം പരിപാടി കഴിഞ്ഞിരുന്നു, എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിപാടികൾ സ്റ്റേജ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അവിടുത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ അപ്പോഴും ഉണ്ട്. എന്തായാലും ഗൈസ്, നിങ്ങൾ ഇനിയിപ്പോൾ ഉണ്ടാവില്ല, ഇതിന്റെ ടൈം എന്ന് പറയുന്നത് ന്യൂ ഇയറിന്റെ ഒരാഴ്ച മുമ്പാണ് ഇത് പരിപാടി തുടങ്ങുന്നത്. കാരണം ഇതിന്റെ ഫുൾ വീഡിയോസ് മലയാറ്റൂരിന്റെ ആ വിഷ്വൽസ് ഫുള്ളായിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഞങ്ങൾ ഈ ഐ ബട്ടണിൽ കൊടുക്കാം. അതെ ഗൈസ്, അതിന്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് എല്ലാവരും ഒന്ന് കാണാം. ഇതിന് നക്ഷത്ര തടാകം എന്നാണ് ഈ ഒരു കാണുന്ന ഒരു ഏരിയക്ക് പറയുന്നത്. ഇതൊരു തടാകമാണ്. ഇതിന് ചുറ്റും ഒരുപാട് നക്ഷത്രങ്ങൾ വെച്ചിട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്.
എല്ലാവരും ഇവിടെ വന്നിട്ട് തന്നെ കാണണം. നെക്സ്റ്റ് ടൈം ഇപ്പോൾ എന്തായാലും ടൈം കഴിഞ്ഞു. അടുത്ത തവണ ഈ കാർണിവൽ ഉള്ളപ്പോൾ പറ്റുന്നവരെല്ലാവരും വന്ന് കാണണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണ്ടില്ലേ, അത്രയും നല്ല വർക്കാക്കി, നല്ല ഭംഗിയാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എറണാകുളത്ത് ന്യൂ ഇയറിൻ്റെ ടൈമിൽ പപ്പാനീനെ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ സെയിം പരിപാടി ഇവിടെയുണ്ട്. ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളവർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ എറണാകുളത്ത് പോകാൻ പറ്റാത്തവർ ഇങ്ങോട്ടും വരും. ഇതാണ് നമുക്ക് സ്റ്റേ തന്ന ആ വീട് അല്ലെങ്കിൽ ആ റൂം എന്ന് പറഞ്ഞാൽ ആ പമ്പിനോട് ചാരിയിട്ടുള്ളതാണ്. ഇത് രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുള്ള എടുത്തതാണ്. ഞങ്ങൾ കിടക്കുന്ന ആ പമ്പും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടില്ലേ. അതിൻ്റെ അടുത്തൊരു ടർഫും ഉണ്ട്, കുട്ടികളൊക്കെ കളിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറയാം, ആ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ബിൽഡിങ്ങും ആ ടർഫും ആ പമ്പൊക്കെ ജിനോ ചേട്ടൻ്റെ തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ തൃശ്ശൂരത്തെ വീഡിയോ നമുക്കിന്ന് ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തൊട്ടടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.